ഗുഡ് മോർണിംഗ്. ടീച്ചേഴ്സ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 5 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ പൊതുവായി ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. കോമണായി വരുത്തുന്ന മിസ്റ്റേക്കുകളാണ് തെറ്റായ ആൻസറോട് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ 1 ഡിജിറ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് 2 ഡിജിറ്റിലേക്ക് മാറ്റി എഴുതേണ്ടതുണ്ട്. ആ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് മൂലം പലപ്പോഴും നമ്മുടെ ആൻസർ തെറ്റായിട്ട് വരാം. പിന്നെ നമ്മൾ 3 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ഇവിടെ ശ്രദ്ധിക്കാം, ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ റോഡ്. എങ്ങനെ കറക്റ്റ് ആൻസർ റോഡ് കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ ടാസ്ക്. അതിൽ നോക്കാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3 × 25 എന്നും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 8 × 71,527, അതായത് 71527. ലാസ്റ്റ് 9 × 55525, അതായത് 55,525. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ നോക്കാം. ആദ്യം നമുക്ക് കറക്റ്റ് ആൻസർ റോഡ് കണ്ടെത്തലാണ് വേണ്ടത്. അതിനായി ഓരോ ഡിജിറ്റിൻ്റെ മുകളിലും ഓരോ നമ്പറിൻ്റെ മുകളിൽ എത്ര ഡിജിറ്റ് എന്ന് ആദ്യം മാർക്ക് ചെയ്യുക. ഇത് നമുക്കറിയാം, ഇത് 1 ഡിജിറ്റ് ആണെന്നും ഇത് 2 ഡിജിറ്റ് നമ്പറാണെന്നറിയാം. അപ്പോൾ ടോട്ടൽ ഡിജിറ്റ് 3 ഡിജിറ്റ് ആയതുകൊണ്ട് 3rd റോയിൽ നിന്നായിരിക്കണം നിങ്ങൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് 1 2 3 100 പ്ലേസിൽ നിന്നായിരിക്കണം നിങ്ങൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അടുത്തതിൻ്റെ ഇത് നോക്കാം. 1 ഡിജിറ്റ് × 5 ഡിജിറ്റാണ് ഇവിടെ ഉള്ളത്. അതായത് 1 2 3 4 5 ഡിജിറ്റ്. ഇപ്പോൾ ടോട്ടൽ ഡിജിറ്റ് 6 ആയതുകൊണ്ട് 6th റോഡിൽ നിന്നായിരിക്കണം ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സെയിം ഇവിടെയും 6th റോയിൽ നിന്നായിരിക്കും ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വരാം. 6th റോ മീൻസ് 1 2 3 4 5 6 ഇവിടെ നിന്നായിരിക്കണം നമ്മുടെ ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ റോഡ് കണ്ടെത്താം. പലപ്പോഴും ആൻസർ റോഡ് തെറ്റായി കണ്ടെത്തുന്നത് മൂലം, കാരണം ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് തെറ്റായ റോഡിൽ നിന്നാണെങ്കിൽ നമ്മുടെ ആൻസറും തെറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, 2 നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 ഡിജിറ്റാണ് ആൻസർ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം. 3 × 2 6 ആണ്. 6നെ നമ്മൾ മാറ്റി എഴുതേണ്ട ആവശ്യമുണ്ട്. 0 6 എന്ന് മാറ്റി എഴുതണം. അത് ശരിക്കും ശ്രദ്ധിക്കുക. 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 9ൽ കുറവാണ് വരുന്നുണ്ടെങ്കിൽ, അതായത് 10ൽ കുറവ്, 9 മുതലാണ് ആൻസർ വരുന്നുണ്ടെങ്കിൽ, അതായത് 10 മുതലാണ് നമുക്ക് 2 ഡിജിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10ൽ കുറവാണെങ്കിൽ 1 ഡിജിറ്റ് ആയിരിക്കും ആൻസർ. അതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതണം? 0 ചേർത്ത് എഴുതേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 3 × 2 6 ആണ്. അപ്പോൾ അതിന് നമ്മൾ 0 6 എന്ന് മാറ്റി എഴുതാം. പിന്നെ 3 × 5 15 ആണ്. അതിനെ നമ്മളൊന്നും ചെയ്യേണ്ട. അപ്പോൾ ആദ്യത്തെ ആൻസർ എങ്ങനെ വരാൻ നോക്കാം. നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് 3 ഡിജിറ്റ് 3rd റോയിൽ നിന്നായതുകൊണ്ട് 1 2 3. അപ്പോൾ 3 × 2 6 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 6 ആണ്. അപ്പോൾ 0 ഇവിടെയും 6 ഇവിടെയും എടുക്കുക. എവിടെയാണ് നമ്മൾ എൻഡ് ചെയ്യുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആ റോഡിൽ നമ്മൾ കൈ വെക്കുക. അവിടെ നിന്നായിരിക്കണം നെക്സ്റ്റ് ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 3 × 2 6, പിന്നെ 3 × 5 15 ആണ്. അപ്പോൾ 15ൻ്റെ 1 ഇവിടെ നമ്മൾ കൊടുക്കും. നെക്സ്റ്റ് 5 ഇവിടെ. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിയത് 75. ഫസ്റ്റ് ആൻസർ 75 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8 × 71527, അതായത് നമ്മൾ ഇവിടുന്ന് 6th റോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. 7 × 8 കിട്ടുന്നത് 56 ആണ്. അപ്പോൾ അത് നമുക്ക് മാറ്റി എഴുതേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 8 × 1 8 ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, 8 × 1 ചെയ്യുന്ന സമയത്ത് 8 എന്നുള്ളത് 1 ഡിജിറ്റ് ആയതുകൊണ്ട് 0 8 എന്നായിരിക്കണം നമ്മൾ ആൻസർ റോഡിൽ ചെയ്യേണ്ടത്. പിന്നെ 8 × 5 40 ആണ്. അവിടെ നമ്മൾക്കൊന്നും ചെയ്യേണ്ട. 8 × 2 16 ആണ്. അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട. 8 × 7 സെയിം 56 ആണ്. 2 ഡിജിറ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് ഡയറക്റ്റ് തന്നെ ആൻസറിലേക്ക് നോക്കാം. 8 × 7. അപ്പോൾ 6th റോഡ് നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യണം. 1 2 3 4 5 6 6th റോഡ് ഇതാണ്. അവിടുന്ന് ആൻസർ ചെയ്യുന്ന സമയത്ത് 8 × 7
56. അപ്പം ഇവിടെ 5 നെക്സ്റ്റ് 6 അവിടെ കൈ എവിടെയാണോ നമ്മൾ ആൻസർ കംപ്ലീറ്റ് ചെയ്ത് ആ റോഡിൽ എന്ത് ചെയ്യുക കൈ വെക്കുക. നെക്സ്റ്റ് ആൻസർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. 8 നെക്സ്റ്റ് 8 ഇൻറ്റു 1 ആണ്. 8 ഇൻറ്റു 1 8 ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് നമ്മൾ 0 ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 0 8 ആയതുകൊണ്ട് ഇവിടെ 0യും നെക്സ്റ്റ് റോഡിലാണ് 8നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അവിടെ കൈ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് കൈ എന്ത് ചെയ്യുക വെക്കുക. നെക്സ്റ്റ് 8 ഇൻറ്റു 5 40 ആണ്. 40 എന്ന് പറയുന്ന സമയത്ത് ഇവിടെ 4 എടുക്കണം, ഇവിടെ 0. ഇവിടെ ഡയറക്റ്റ് നമുക്ക് 40 എടുക്കാൻ സാധിക്കാത്തതിനാൽ സ്മോൾ ഫ്രണ്ടിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആഡ് 10 ലെസ് 6 എന്നുള്ള ഇക്വേഷൻ, അതായത് ബിഗ് ഫ്രണ്ട് അഡീഷൻ നമ്മൾ ചെയ്തു. 40ൻ്റെ 4 ഇവിടെ നമ്മൾ എടുത്തു. ഇനി 0 ഇവിടെ കൊടുക്കുക, അതായത് ഒന്നും ചെയ്യേണ്ട. ഇവിടെ എന്ത് ചെയ്യുക കൈ വെക്കുക. നെക്സ്റ്റ് വരുന്നത് 8 ഇൻറ്റു 2 ആണ്. 8 ഇൻറ്റു 2 16 ആണ്. 16ൻ്റെ 1 ഇവിടെ നമ്മൾ കൊടുക്കും. 6 ഈ റോഡിലെടുക്കണം. എൻ്റെ ചെയ്യുന്ന സ്ഥലത്ത് കൈ വെക്കുക. 8 ഇൻറ്റു 7 ലാസ്റ്റ് 8 ഇൻറ്റു 7 ആണ് വരിക. 8 ഇൻറ്റു 7 മീൻസ് 56 ആണ്. ഇവിടെ 5ഉം ഇവിടെ 6 എടുക്കണം. 5 ഇവിടെ നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആഡ് 10 ലെസ് 5 ദെൻ 6. നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ 57221 ഇതുപോലെ 9 ഇൻറ്റു 55525 ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആൻസർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.